നമസ്കാരം, എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വ്യത്യസ്ത റിലീസ് പ്രഖ്യാപനവുമായി ഷെബി ചൌക്കട്ടിന്റെ കാക്കിപ്പട. ചിത്രത്തിന്റെ ക്രിസ്മസ് റിലീസ് പ്രഖ്യാപനം അണിയറ പ്രവർത്തകർ നടത്തിയത് ഖത്തറിൽ നടന്ന വേൾഡ് കപ്പ് മത്സരവേദിയിൽ. കാക്കിപ്പട തിയേറ്ററിലെത്തുക ഡിസംബർ 23-ന്. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഏറ്റവും മികച്ച സിനിമയായി നൻപകൽ നേരത്തു മയക്കം. മമ്മൂട്ടിയുടെ മിതത്വവും ചെറുകഥ പോലെ സുന്ദരമായ ഒഴുക്കും. ചിത്രം പ്രദർശിപ്പിച്ച തിയേറ്ററുകളിൽ പൂരപ്പറമ്പിനെ വെല്ലുന്ന തിരക്ക്. മെഡിക്കൽ ക്യാമ്പസിന്റെ പശ്ചാത്തലത്തിൽ ഷാജി കൈലാസ് ഒരുക്കുന്ന ഹണ്ടിന്റെ ഷൂട്ടിംഗ് ഡിസംബർ 28-ന് പാലക്കാട് ആരംഭിക്കും. ഹൊറർ സസ്പെൻസ് ത്രില്ലറായ ചിത്രത്തിൽ ഭാവനയും അതിഥി രവിയും കേന്ദ്ര കഥാപാത്രങ്ങൾ. 3 സിനിമകളുടെ ടീസർ ലോഞ്ച് ഒരേ വേദിയിൽ. കൊച്ചിയിൽ നടന്ന ടീസർ ലോഞ്ച് ചടങ്ങിൽ എത്തിയത് വൻ താരനിര. മാളികപ്പുറം, ചാവേർ, 2018 എന്നീ സിനിമകളുടെ ടീസർ ലോഞ്ച്. 2018 ടീസർ ലോഞ്ച് വേദിയിൽ മഹാപ്രളയത്തെക്കുറിച്ചോർത്ത് മമ്മൂട്ടി. SS രാജമൗലിയുടെ RRRന് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ 2 നാമനിർദ്ദേശങ്ങൾ. ഇന്ത്യയിൽ നിന്നുള്ള മറ്റ് എൻട്രികളുടെ കൂട്ടത്തിൽ അവസാന 5-ൽ ഇടം നേടിയ ഏക ഇന്ത്യൻ സിനിമയും RRR. വാർത്തകൾ വിശദമായി. വ്യത്യസ്ത റിലീസ് പ്രഖ്യാപനവുമായി ഷെബി ചൌക്കട്ടിന്റെ കാക്കിപ്പട. ഖത്തറിൽ നടന്ന വേൾഡ് കപ്പ് മത്സരവേദിയിലാണ് ഫ്ലക്സുകളിലൂടെ അണിയറ പ്രവർത്തകർ ചിത്രത്തിന്റെ ക്രിസ്മസ് റിലീസ് പ്രഖ്യാപനം നടത്തിയത്. ഈ മാസം 23-നാണ് ചിത്രം തിയേറ്ററിലെത്തുക. +2, ബോബി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഷെബി ചൌക്കട്ട് സംവിധാനം ചെയ്യുന്ന മലയാള ത്രില്ലർ ചിത്രമാണ് കാക്കിപ്പട. വളരെ വ്യത്യസ്തമായ ഒരു പ്രമോഷൻ പ്രഖ്യാപനവുമായാണ് ചിത്രം പ്രേക്ഷക പ്രീതി ആർജിച്ചത്. ഖത്തറിൽ നടന്ന വേൾഡ് കപ്പ് ഇംഗ്ലണ്ട്-ഫ്രാൻസ് ക്വാർട്ടർ മത്സരത്തിനിടയിലാണ് ചിത്രത്തിന് റിലീസ് തീയതി പ്രഖ്യാപിച്ചത്. SP പ്രമോഷന്റെ ബാനറിലാണ് ചിത്രം നിർമ്മിക്കുന്നത്. സമകാലിക സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ ചിത്രത്തിൽ നീരജ് മണിയമ്പിള്ള രാജു, അപ്പാനി ശരത് എന്നിവരാണ് കേന്ദ്ര കഥാപാത്രത്തിൽ എത്തുന്നത്. ചന്തുനാഥ്, മാല പാർവതി, സുജിത് ശങ്കർ, മണികണ്ഠൻ ആചാരി, സിനോജ് വർഗീസ്, സൂര്യ അനിൽ തുടങ്ങിയവർ കൂടാതെ നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ വേഷമിടുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, യൂടോക്ക്. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഏറ്റവും മികച്ച സിനിമയായി മമ്മൂട്ടിയുടെ നൻപകൽ നേരത്ത് മയക്കം മാറുന്നു. മമ്മൂട്ടിയുടെ മിതത്വവും ചെറുകഥ പോലെ സുന്ദരമായ ഒഴുക്കും. ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി ചിത്രം പ്രദർശിപ്പിച്ച തിയേറ്ററുകളിൽ പൂരപ്പറമ്പിനെ വെല്ലുന്ന തിരക്കായിരുന്നു. ഒറ്റവാക്കിൽ അതിമനോഹരമായ പതിഞ്ഞു ഒഴുകുന്ന ഒരു ചെറുകഥയാണ് നൻപകൽ നേരത്തു മയക്കം. വയലന്റ് സിനിമകളിൽ നിന്നുള്ള ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ വഴിമാറ്റ നടത്തമാണ് ഈ ചിത്രം. മമ്മൂട്ടിയുടെ സൂക്ഷ്മ അഭിനയവും S ഹരീഷിന്റെ തിരക്കഥയും ഒപ്പം ചേരുമ്പോൾ ഒരു സംശയമില്ല, ഇതൊരു അസാധ്യ സിനിമയെന്ന് കണ്ടവർ സാക്ഷ്യപ്പെടുത്തുന്നു. രാഷ്ട്രീയക്കാരുടെയും സിനിമാക്കാരുടെയും ഡെലിഗേറ്റുകളുടെയുമെല്ലാം ഫേസ്ബുക്ക് നിറയെ നൽപ്പകൽ വിശേഷമാണ്. ജെയിംസായും സുന്ദരമായും മമ്മൂട്ടി നടത്തുന്ന പകർന്നാട്ടം ഒട്ടും താരഭാരമില്ലാത്തതാണെന്ന് എടുത്തു പറയണം. പ്രേക്ഷകർ സമീപകാലത്ത് ഒട്ടും ഇത്രമേൽ കാത്തിരുന്ന ഒരു സിനിമയില്ല. അതുകൊണ്ട് തന്നെ അത്ഭുതപൂർണമായ തിരക്കാണ് തുടർച്ചയായ 2ാം ദിവസവും തിയേറ്ററിലാകെ. ആദ്യ ദിനം ചിത്രം പ്രദർശിപ്പിച്ച ടാഗോർ തിയേറ്ററിൽ പൂരപ്പറമ്പിനെ വെല്ലുന്ന തിരക്കായിരുന്നു. തിരക്ക് കാരണം ഭൂരിഭാഗം പേർക്കും സീറ്റ് കിട്ടാതെ മടങ്ങേണ്ടി വന്നു. ഇന്ന് അജന്ത തിയേറ്ററിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. തുടർച്ചയായ 2ാം ദിവസവും നീണ്ട ക്യൂ. ആദ്യ പ്രദർശനത്തിന് ഒരു പകൽ ക്യൂ നിന്നിട്ടും സീറ്റ് കിട്ടാതെ നിരാശരായവർ നിരവധിയാണ്. ഏരീസ് പിക് തിയേറ്ററിലായിരുന്നു ഇന്ന് നൽപ്പകൽ പ്രദർശിപ്പിച്ചത്. റിസർവേഷൻ തുടങ്ങിയപ്പോൾ തന്നെ തിയേറ്റർ ഫുള്ളായിരുന്നു. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് വരെ നീണ്ട ക്യൂവും. ഇന്നലെ സംവിധായകൻ ലിജോ ജോസിനൊപ്പം നടൻ മമ്മൂട്ടിയും തിയേറ്ററിലെത്തുമെന്ന വാർത്ത പരന്നിരുന്നു. ഇതോടെയാണ് ടാഗോർ തിയേറ്ററും പരിസരവും പ്രതിനിധികളെ കൊണ്ട് നിറഞ്ഞത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, യൂടോക്ക്. മെഡിക്കൽ ക്യാമ്പസിന്റെ പശ്ചാത്തലത്തിലൊരുങ്ങുന്ന ഷാജി കൈലാസ് ചിത്രം ഹണ്ടിന്റെ ഷൂട്ടിംഗ് ഡിസംബർ 28-ന് പാലക്കാട് ആരംഭിക്കും. ഹൊറർ സസ്പെൻസ് ത്രില്ലറായ ചിത്രത്തിൽ ഭാവനയും അതിഥി രവിയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. നിഖിലാനന്ദ് തിരക്കഥ രചിച്ച ചിത്രം ജയലക്ഷ്മി ഫിലിംസിന്റെ ബാനറിൽ K രാധാകൃഷ്ണനാണ് നിർമ്മിക്കുന്നത്. രഞ്ജി പണിക്കർ, അജ്മൽ അമീർ, രാഹുൽ മാധവ് തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു. ചിന്താമണി കൊലക്കേസ് എന്ന ചിത്രത്തിന് ശേഷം ഏതാണ്ട് 16 വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് ഷാജി കൈലാസ് ഭാവന കൂട്ടുകെട്ടിൽ ഹണ്ടൊരുങ്ങുന്നത്. കൈലാസ് മേനോൻ സംഗീതം നൽകുന്ന ചിത്രത്തിൽ ജാക്സൺ ആണ് ഛായാഗ്രാഹകനാകുന്നത്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് ഭാവന. ഭാവനയും ഷറഫുദ്ദീനും കേന്ദ്ര കഥാപാത്രങ്ങളായ ഇന്ത്യക്കാക്കൊരു പ്രേമുണ്ടായിരുന്നു എന്ന ചിത്രത്തിലാണ് താരം ഇപ്പോൾ അഭിനയിച്ചത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, യൂടോക്ക്.
3 സിനിമകളുടെ ടീസർ ലോഞ്ചുകൾ ഒരേ വേദിയിൽ. കൊച്ചിയിൽ നടന്ന ടീസർ ലോഞ്ച് ചടങ്ങിൽ വൻ താരനിര. മമ്മൂട്ടി, കുഞ്ചാക്കോ ബോബൻ, ടൊവിനോ തോമസ്, രഞ്ജി പണിക്കർ, വിനീത് ശ്രീനിവാസൻ തുടങ്ങിയവർ ചടങ്ങിൽ സജീവ സാന്നിധ്യമായിരുന്നു. മാളികപ്പുറം, ചാവേ, 2018 എന്നീ സിനിമകളുടെ ടീസർ ലോഞ്ചാണ് കൊച്ചിയിൽ നടന്നത്. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് നമസ്കാരം സാർ. നമസ്കാരം ജോഷി സാർ. എല്ലാവർക്കും നമസ്കാരം. വെരി ത്രിൽഡ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ ഈ സിനിമയ്ക്ക് ഇത്ര വലിയൊരു സ്വീകരണം കിട്ടിയതിൽ. ആദ്യം തന്നെ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ആൻഡോ ചേട്ടനും വേണിച്ചേട്ടനോടും ഞാൻ നന്ദി പറയുന്നു. ബിക്കോസ് നല്ലൊരു കഥയാണ്. ഞാൻ കൂടുതൽ ഈ സിനിമയെക്കുറിച്ച് പറയുന്നില്ല. നല്ലൊരു ഫാമിലി എൻ്റർടൈനറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രമേഹമാണ്. അഭിലാഷാണ് സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്നത്. നല്ല ടീമിൻ്റെ ഒപ്പം ഒരു നല്ല സിനിമ ചെയ്യാൻ പറ്റിയ സന്തോഷത്തിലാണ്. സിനിമയെക്കുറിച്ച് എനിക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ. എപ്പോഴെങ്കിലും എൻ്റെ ഈ സിനിമാ ജീവിതം അവസാനിക്കുമ്പോൾ ഐ തിങ്ക് എൻ്റെ 5 സിനിമകളെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ദിസ് വിൽ ബി വൺ ഓഫ് ദി ടോപ്പ് മൂവീസ്. ഈ ക്യാരക്ടർ ഞാൻ അത്ര ഇഷ്ടപ്പെടുന്നു. ചെറിയ ഒരു വേഷം, ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആണ് ചെയ്തിട്ടുള്ളത്. അയ്യപ്പനിലേക്ക് 2 LP സ്കൂൾ വിദ്യാർത്ഥികൾ നടത്തുന്ന സാഹസിക യാത്രയാണ് ഈ സിനിമയുടെ കാതൽ. ഇത് ഏവർക്കും സ്വീകാര്യമായ ഒരു സിനിമയാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും പ്രവർത്തകർക്കും എൻ്റെ ആശംസകൾ. മലയാള സിനിമയുടെ ഒരു സുവർണ്ണ കാലം തന്നെയാണ് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. കാരണം ഒരേ സമയത്ത് 3 സിനിമകൾ ഒരു ട്രെയിലർ ലോഞ്ച് എത്തുക എന്ന് പറയുക, അതിലൊരു സിനിമയിൽ പാർട്ടായി ഞാനിവിടെ എത്താൻ സാധിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമുള്ള കാര്യമാണ്. മാളികപ്പുറത്തിൽ വലിയ തെറ്റില്ലാത്തൊരു വേഷത്തിൽ ഞാൻ വരുന്നുണ്ട്. അതിനെന്നെ ക്ഷണിച്ച ആൻഡോ ജോസഫിനും ഡയറക്ടർക്കും അഭിലാഷാണ് എൻ്റെ അടുത്ത് ആദ്യം വന്ന് കഥ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഉണ്ണിക്കും എല്ലാവരോടും, നമ്മുടെ പ്രൊഡ്യൂസർ വേണു കുന്നപ്പള്ളി, എല്ലാവരോടും നന്ദി പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ സ്പീച്ച് പ്രിപ്പയർ ചെയ്തതാണ്. ഈ ഒരു മൊമെൻ്റ് എത്തിയപ്പോൾ എന്തായാലും ഈ മണ്ഡലകാലത്ത് തന്നെ നമ്മുടെ പടം റിലീസാവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം. ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. താങ്ക് യു. പറയാനുള്ള ഈ പടത്തിൽ വർക്ക് ചെയ്ത എല്ലാവരോടും ഒരു താങ്ക് യു ആണ്. കാരണം ഭയങ്കര മഴയും കാറ്റും വെള്ളവും നിറഞ്ഞ രാത്രികളിൽ തണുപ്പിൽ പോലും നമ്മുടെ കൂടെ ചങ്ക് പറിച്ചെന്ന ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവരോടും എൻ്റെ ഉള്ളിൽ നിന്ന് 1000 താങ്ക് യു. ഈ സിനിമ ശരിക്കും പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണെന്ന് പറഞ്ഞവരുണ്ട്. എന്ന് പോലും വിശ്വസിച്ച് ഈ സിനിമ ചെയ്യാൻ നിന്ന അവരോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് പറയാനുള്ളത്.
ഈ വലിയ സിനിമയുടെ ഒരു ചെറിയ ഭാഗമായിട്ടുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ശരിക്കും ഞാൻ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഇത്രയും നല്ല രീതിയിലൊരു ആംബിയൻസ് സെറ്റ് ചെയ്യുമെന്ന് നമ്മൾ പോലും വിചാരിച്ചില്ല. കാരണം പ്രളയത്തിൻ്റെ പോലത്തെ രീതിയിൽ മഴയൊക്കെയാണ് പുറത്ത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു ആംബിയൻസ് സെറ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടറുടെ പടത്തിലാണ് അതിൻ്റെ ഒരു ടീസർ ലോഞ്ചിലാണ് വന്നിരിക്കുന്നത്. ടു ബി വെരി ഫ്രാങ്ക്, ടീസർ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് സത്യം. കാരണം അത്രയ്ക്ക് നമ്മുടെ ഞെട്ടിപ്പിക്കുകയും അതേപോലെ തന്നെ മനസ്സിനെ തൊടുകയും ചെയ്യുന്ന ഒരു ടീസറായിട്ടാണ് ഫീൽ ചെയ്തത്. അതേ രീതിയിൽ തന്നെ തിയേറ്ററുകളിൽ വരുമ്പോഴും ഈ സിനിമ എല്ലാ അർത്ഥത്തിലും പ്രേക്ഷകരെ അതിശയിപ്പിക്കുകയും സ്വാധീനിക്കുകയും രസിപ്പിക്കുകയും ചെറുതായിട്ടൊന്ന് ഇമോഷണൽ ആക്കുകയും ചെയ്യുന്ന ഒരു സിനിമയാകും എന്നുറപ്പുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ടീസർ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ തന്നെ വലിയ സന്തോഷം. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നല്ല കട്ടപ്പണിയായിരുന്നു, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വെള്ളത്തിൽ. പക്ഷെ അപ്പോഴും ഈ വെള്ളം എങ്ങനെ കൺവിൻസിങ് ആയിട്ട് സ്ക്രീനിൽ കാണിക്കും, അതായത് ഇത്രയും ശരിക്കുള്ള പ്രളയത്തിൻ്റെ സമയത്ത് ഒളിക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്ന പോലെ ഇരിക്കണം സിനിമ എന്നുള്ളതായിരുന്നു ജൂഡേട്ടൻ്റെയും ഒക്കെ ആഗ്രഹം. അതുപോലെ തന്നെ ചെയ്യാനായിട്ട് അതിന് അത്യാവശ്യം വലിയ ഒരു സെറ്റപ്പ് എല്ലാം ആവശ്യമുണ്ടായിരുന്നു. വലിയ സെറ്റ് ഇടുകയും അവിടെ ഇത്രയും ആർട്ടിസ്റ്റുകൾ വന്ന് അഭിനയിക്കുകയും, വേറെ സിനിമകളിൽ ചെയ്യുന്ന അത്ര എളുപ്പത്തിലായിരിക്കില്ല ഇതിനകത്തുള്ള ഒരു ആർട്ടിസ്റ്റ് പോലും അഭിനയിച്ചിരിക്കുന്നത്. എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അങ്ങനെ കുറേ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അതുപോലെ തന്നെ ഒരു രസകരമായ അതേസമയം തന്നെ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു അനുഭവമായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു റിസൾട്ടൊക്കെ ഇങ്ങനെ സ്ക്രീനിൽ കാണുന്ന സമയത്ത് വലിയ സന്തോഷം. ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് ആളുകൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരു ടീസർ കണ്ടിട്ട് രോമാഞ്ചം വരുന്നതൊക്കെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ്. ഞങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് തുടങ്ങിയതാണ്. ഞാനും ജൂഡുമൊക്കെ മലർവാടിയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു ശീലം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റി വെച്ച് എങ്ങനെയെങ്കിലും പടം ചെയ്യുക എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓം ശാന്തി ഓശാനയൊക്കെ ചെയ്യുന്ന സമയത്ത് ജൂഡ് ചെയ്യുന്നത് കണ്ടിട്ടും എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ ഇതിൻ്റെ കഥ ആദ്യം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് അവൻ്റെ അടുത്ത് ചോദിച്ചത് ഇതെങ്ങനെ നീ ഷൂട്ട് ചെയ്യുന്നുള്ളത്. പക്ഷേ അതൊട്ടും ചോരാതെ ആ കഥയിൽ എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ പടത്തിൻ്റെ പാർട്ടാവാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതിൽ മഴ കൊള്ളാതെ അഭിനയിച്ച ഒരേ ഒരു ആക്ടർ ഞാനായിരിക്കും. അവൻ എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും അവൻ കുറച്ച് ഞാനുള്ള എല്ലാ സീനിലും എനിക്ക് കോട തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ജൂഡിൻ്റെ ഈ ഡ്രീം പ്രോജക്റ്റിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിലേറെ സന്തോഷം. അതിന് നിമിത്തമായി വന്ന് എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ആൻഡ്രൂ ചേട്ടനും ഈ ക്യാരക്ടർ തന്ന ജൂഡിനും ഇതിലെ വേണു ചേട്ടനും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിലെ ക്യാപ്ഷൻ പറഞ്ഞ പോലെ ദിസ് ഈസ് അബൌട്ട് ഹോപ്പ്. ഫിലിം ഇസ് അബൌട്ട് ഹോപ്പ്. തോന്നുന്നു ഏറ്റവും വലിയ ഫിലിം മേക്കേഴ്സ് എല്ലാം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് ട്രൈങ് ടു ഗിവ് ദി ഓഡിയൻസ് എ ഹോപ്പ്. നമുക്ക് പറഞ്ഞ പോലെ 2018 was a very unforgettable year നമുക്ക് എല്ലാവർക്കും. So I hope that this film inspires a lot of people to do something big. Inspires എല്ലാവരുടെ ഉള്ളിലത്തെ ഹീറോ പുറത്തേക്ക് വരാൻ സാധിക്കട്ടെ. ഇതിൽ ടിനു പാപ്പച്ചൻ്റെ സിനിമ എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാരണം സിനിമ സംവിധായകൻ്റെതാണ്. ഞാൻ എഴുതി വെച്ചതിനപ്പുറം ഒരു സംവിധായകൻ വിഷ്വലൈസ് ചെയ്യുമ്പോഴാണ് അത് സംവിധായകൻ്റെ സിനിമയാവുന്നത്. എൻ്റെ ഈ ഷൂട്ട് എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയത് ഞാൻ എഴുതി വെച്ചതിനേക്കാൾ അപ്പുറം ടിനു ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ കഥ തൽക്കാലം ഞാൻ പറയുന്നില്ല, അല്ലേ? ഇത് കഥയല്ല, ഇതൊരു മേക്കിംഗ് ആണ്. എങ്ങനെയാണ് ഒരു പുതിയ ചലച്ചിത്ര ഭാഷ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വലിയ പരിശ്രമം, വലിയ വിജയമാണ്. ചാക്കോച്ചൻ്റെ കഴിഞ്ഞ ഇന്നത്താൻ കേസ് കൊടുത്ത് കഴിഞ്ഞ് വരാനുള്ള ഏറ്റവും ശക്തവും വ്യത്യസ്തവുമായ അതിഭീകരമായ പെർഫോമൻസാണ് ഈ പടത്തിൽ കണ്ടത്. ഞാൻ എഴുതി വെച്ചതിനപ്പുറം ചെയ്യാൻ കഴിയുന്നൊരു നടൻ, എനിക്ക് പോലും അസൂയ തോന്നിക്കുന്ന പെർഫോമൻസ്. ഇത് രണ്ട്
നല്ല വലിയ സിനിമകളുടെ ഭാഗമാകാൻ സാധിക്കുന്ന ഒരു ഭാഗ്യം തന്നെയാണ് അത്. പ്രത്യേകിച്ച് രണ്ടും ഏത് രീതിയിൽ നോക്കിയാലും വ്യത്യസ്തമായിട്ടുള്ള സിനിമകളും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളുമാണ്. അപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. 2018 വിനീതിനെ പോലെ തന്നെ മഴ നനയാതെ രക്ഷപ്പെട്ട ഒരാളും കൂടിയാണ് ഞാൻ. സോറി, ഞാനുണ്ട് കമ്പനി. പക്ഷേ അതിൻ്റെ കംപ്ലീറ്റ് കേടും ചാവേറിൽ ഈ സഹോദരൻ ഈ സഹോദരൻ എനിക്ക് തീർത്തു തന്നിട്ടുണ്ട്. ഒരു പകുതി വികലാംഗനും കൂടെ ആക്കിയിട്ടാണ് അദ്ദേഹം എന്നെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. ഈ മൈക്ക് ഈ കയ്യിൽ പിടിക്കുന്നുണ്ടെന്നേ ഉള്ളൂ, നല്ല വേദനയുണ്ട് തോളിൽ. പക്ഷേ എന്തായാലും ഒരു കഥാപാത്രത്തിന് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ തയ്യാറെടുക്കാനായിട്ടും അതിനുവേണ്ടി ഒരു എഫേർട്ട് എടുക്കാനും സാധിച്ചത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. എനിക്ക് തോന്നുന്നു ഒരു വിഷ്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു സിനിമയായിരിക്കും ചാവേർ. ജോയേട്ടനൊരു ആഗ്രഹമുണ്ട് മമ്മൂക്കയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ളത്. ഞാൻ അങ്ങോട്ട് വന്ന് എടുത്തോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ വീട്ടിൽ വന്ന് എടുക്കും. ഇതിൽ എനിക്കൊരു ഉത്തരവാദിത്വമില്ല. വന്നില്ലായിരുന്നു ഞാൻ ചമ്മി നാറിപ്പോയത്. ജോയി മാത്യുയുടെ എഴുത്തിനേക്കാളൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എഴുത്ത് മോശമാണെന്നാണോ ഇയാൾ എന്ന് പറയുന്നത്? പിന്നെ എനിക്ക് ഒരുപാട് എഴുതിയതാ അങ്കിൾ, അതിനൊക്കെ അങ്കിൾ, ഇവർക്കൊക്കെ വേറെ. നമുക്ക് അങ്കിളും ആൻറ്റിയും. ഇയാൾക്കൊന്നും ഒരു ഉപകാരം ചെയ്യരുത്. എന്ന സിനിമയുടെ ടീസർ ലോഞ്ച് വേദിയിൽ 2018 പ്രളയത്തെക്കുറിച്ചോർച്ച് മമ്മൂട്ടി. നമുക്കെല്ലാവർക്കും മറക്കാൻ കഴിയാത്ത വർഷമാണ് 2018 എന്നും വലിയൊരു പ്രകൃതി ദുരന്തം നമ്മളെ വേദനിപ്പിച്ചു ഭയപ്പെടുത്തിയും കടന്നുപോയെങ്കിലും പ്രകൃതി നമ്മളെ തയ്യാറെടുപ്പിക്കുകയായിരുന്നു ഇതിലൂടെയെന്നും മമ്മൂട്ടി അഭിപ്രായപ്പെട്ടു. 2018 നമ്മൾ എല്ലാവരുടെയും മനസ്സിൽ നമ്മൾ ഒരിക്കലും ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആരും മറന്നു പോകാത്ത ഒരു വർഷമാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മറക്കാൻ ശ്രമിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തൊരു വർഷമാണ് 2018. നമുക്കാർക്കും സുപരിചിതമല്ലാത്ത വളരെ അപരിചിതമായ ഒരു പ്രകൃതി ദുരന്തം നമ്മളെ തൊട്ട് തലോടി തഴുകി വേദനിപ്പിച്ചും ഭയപ്പെടുത്തിയും വിഹ്വലരാക്കിയും ഒക്കെ കടന്നുപോയ ഒരു വർഷം. പിന്നീട് അതിൻ്റെ അനുരണനങ്ങൾ വർഷങ്ങൾ ശേഷം വന്നെങ്കിലും നമ്മളെ ഒരുപക്ഷെ ഈ പ്രളയം ഒന്ന് തയ്യാറെടുപ്പിക്കുകയായിരുന്നു തോന്നുന്നു. വീണ്ടും നമുക്ക് പ്രകൃതിയോട് നേരിടാനും പ്രകൃതി ദുരന്തങ്ങളെ അഭിമുഖീകരിക്കാനുമുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാക്കി തന്നു. രണ്ടാമത്തെ വർഷവും പ്രകൃതി ദുരന്തമുണ്ടായപ്പോഴും ഈ പ്രളയമുണ്ടായപ്പോഴും നമ്മൾ അത്രത്തോളം ഭയചകിതരായിരുന്നില്ല എന്നുള്ളതിൻ്റെ പ്രധാന കാരണം ഈ ആദ്യത്തെ പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ ആദ്യത്തെ പ്രളയം അത്രത്തോളം വലിയ പ്രഹരമാണ് നമ്മുടെ സങ്കല്പങ്ങൾക്കും നമ്മുടെ പ്രതീക്ഷകൾക്കും നമ്മുടെ ജീവിതത്തിനുമൊക്കെ ഏൽപ്പിച്ചിട്ട് പോയത്. അതുകൊണ്ട് നമ്മൾ തയ്യാറായിരിക്കുകയായിരുന്നു. പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെയും ടെലിവിഷൻ ഷോകളിലൂടെയും അല്ല അവരുടെ ക്ലിപ്സിലൊക്കെ കൂടെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കഥകൾ, ഒരുപാട് കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു, ഭയന്നു, സങ്കടപ്പെട്ടു. ഒരുപാട് പേര് നമുക്ക് നഷ്ടമായി. എങ്കിലും നമ്മളറിയാത്ത, നമ്മൾ കേട്ടിട്ടില്ലാത്ത, നമ്മൾ ഒട്ടും നമ്മുടെ കൺവെട്ടത്ത് വന്നു പോകാത്ത ഒത്തിരി ആളുകളുടെ വളരെയേറെ കഷ്ടപ്പെട്ട സാഹസങ്ങളുടെ എല്ലാം കഥ ഈ സിനിമയിലൂടെ പുറത്തു വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടീസർ ലോഞ്ച് വേദിയിൽ ജൂഡ് ആന്റണിയെക്കുറിച്ച് രസകരമായ പരാമർശം നടത്തി മമ്മൂട്ടി. ജൂഡിന് തലയിൽ മുടി കുറവാണെങ്കിലും നല്ല ബുദ്ധിയാണെന്ന് മമ്മൂട്ടി പറഞ്ഞു. മമ്മൂട്ടിയുടെ വാക്കുകളിൽ സന്തോഷം പ്രകടിപ്പിച്ച് ജൂഡ് ആന്റണി. നമസ്കാരം. കണ്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ ഈ ജൂഡ് ആന്റണിയുടെ തലയിൽ കുറച്ച് മുടി കുറവാണെന്നേ ഉള്ളൂ, ബുദ്ധിയുണ്ട്. സിനിമ വിരട്ടി കളഞ്ഞില്ല നമ്മളെ. നമ്മൾ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെയും ടെലിവിഷൻ ഷോകളിലൂടെയും അല്ല അവരുടെ ക്ലിപ്സിലൊക്കെ കൂടെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കഥകൾ, ഒരുപാട് കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു,
ഭയന്നു, സങ്കടപ്പെട്ടു. ഒരുപാട് പേര് നമുക്ക് നഷ്ടമായി. എങ്കിലും നമ്മളറിയാത്ത, നമ്മൾ കേട്ടിട്ടില്ലാത്ത, നമ്മൾ ഒട്ടും നമ്മുടെ കൺവെട്ടത്ത് വന്നു പോകാത്ത ഒത്തിരി ആളുകളുടെ വളരെയേറെ കഷ്ടപ്പെട്ട സാഹസങ്ങളുടെ എല്ലാം കഥ ഈ സിനിമയിലൂടെ പുറത്തു വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുള്ള ഒരുപാട് വീരനായകന്മാരെ പറ്റി നമ്മൾ ഓർക്കുന്നത് നമ്മുടെ സിനിമയിലെ വീരനായകന്മാരിലൂടെ നമ്മൾ കാണുമ്പോൾ കുറച്ചുകൂടെ ആവേശവും ഊർജവും കുറച്ചുകൂടെ നമ്മളിലേക്ക് അതിൻ്റെ വികാരവും പ്രകടിപ്പിക്കാൻ കഴിയുമെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ മാത്രം കാണുന്നത് എന്നെ തികച്ചും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഈ സിനിമ നിങ്ങളെയും അത്ഭുതപ്പെടുത്തുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുമാത്രമല്ല, നമ്മൾ വെറുതെ ഇങ്ങനെ ഹോളിവുഡാണ്, ബോളിവുഡാണ്, മറ്റതാണ് മറിച്ചാണെന്ന് പറയുന്നതിന് ഒരുപക്ഷെ ഈ സിനിമ വെറുതെ അല്ല അങ്ങനെ പറയുന്നതെന്ന് ഒരുപക്ഷെ നമ്മളെയും മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്തിയേക്കാം. അത്രത്തോളം വളരെ വളരെ വിശ്വസനീയമായ രീതിയിലാണ് ഇതിൻ്റെ ഓരോ ഷോട്ടുകളും എടുത്തിരിക്കുന്നത്. ഞാൻ ആൻഡ്രോയിഡ് ചോദിച്ചത് ബുദ്ധിപൂർവ്വമാണോ എൻ്റെ, കാരണം ആളുകളെല്ലാം സിനിമയും എല്ലാ കാര്യങ്ങളും കണ്ടതാണ്. അതല്ല, അതിനപ്പുറത്തേക്ക് എന്തൊക്കെയുണ്ട് സിനിമയിൽ. അത് ശരിക്കും ഈ ചെറിയ ടീസറിലൂടെ തന്നെ നമുക്ക് ബോധ്യപ്പെട്ടു. നമ്മൾ അറിഞ്ഞ പ്രളയത്തിനപ്പുറത്തേക്ക് എന്തോക്കെ അന്ന് സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. കാണുക. സത്യം പറഞ്ഞാൽ ഭയങ്കര വലിയൊരു മൊമെൻ്റാണ്. പ്രത്യേകിച്ച് മമ്മൂക്ക അത് സംസാരിച്ചതിന് ശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണിൽ നിന്ന് വെള്ളം വന്നുപോയി. കാരണം മമ്മൂക്കയുടെ വായിൽ നിന്ന് അത്രയും കേട്ടത് തന്നെ എനിക്ക് സിനിമ ഹിറ്റായി എന്ന് ഉറപ്പായി. കാരണം ടീസർ ഈ പറഞ്ഞ പോലെ നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് ഈ സിനിമ എല്ലാവരും ഷൂട്ട് ചെയ്തത്. പക്ഷെ അതൊന്നും പറഞ്ഞ് തള്ളിമറിച്ച് ഞാൻ വെറുതെ ഒന്നും പറയുന്നില്ല. സിനിമ കാണുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും. മാളികപ്പുറം എന്ന സിനിമയുടെ ടീസർ ലോഞ്ച് വേദിയിൽ വെച്ച് സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെച്ച് ബാലതാരങ്ങൾ പീയൂഷും ദിവാനന്ദയും. വേദിയിൽ വെച്ച് ബാലതാരങ്ങളോടൊപ്പം ഫോട്ടോ എടുക്കാൻ മമ്മൂട്ടി ആവശ്യപ്പെട്ടത് കാണികളിൽ ചിരി പടർത്തി. ആ പീയൂഷും ദേവനന്ദയും വന്ന ഒരു ഫോട്ടോ എടുക്കും എൻ്റെ കൂടെ. ശ്രീപത്. ഞാൻ ദേവനന്ദ. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ടവർക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നമസ്കാരം. എനിക്കും അതുപോലെ തന്നെ ഒരു നമസ്കാരം. എല്ലാവരും ഈ സിനിമ കാണണേ. പ്രത്യേകിച്ച് ഈ ഫ്രണ്ടിലിരിക്കുന്ന മമ്മൂക്ക അങ്കിളും അതുപോലെ ടോബിനോ ചേട്ടനും എല്ലാവരും ഈ മൂവി കാണണേ. എനിക്ക് വളരെയധികം സന്തോഷമായത് ഞാനിവിടെ മാളികപ്പുറത്തിൻ്റെയും ഭാഗമായിട്ട് അഭിനയിക്കുന്നുണ്ട്, 2018-ൻ്റെയും ഭാഗമായിട്ട് അഭിനയിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൽ കുഞ്ചാക്കോ ബോബൻ അങ്കിളുടെ കൂടെയാണ് അഭിനയിക്കുന്നത്. അതുകൊണ്ട് കുഞ്ചാക്കോ ബോബൻ അങ്കിളുടെ ചാവേറും എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. പിന്നെ നമ്മളുടെ ഉണ്ണിച്ചേട്ടനും അതുപോലെ എനിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കൂടെ അഭിനയിച്ചതിൽ കുറേ പേരുണ്ട്. പിന്നെ നമ്മളുടെ അവിടെ ഇരിക്കുന്ന തൻവി ചേച്ചി എൻ്റെ കൂടെ ഒരു പടത്തിൽ അഭിനയിച്ചതാണ്. ഉണ്ണിച്ചേട്ടൻ എന്നെ വളരെയധികം, എന്നെ മാത്രമല്ല പീയൂഷിനെയും ഫുൾ ക്രൂവിനെയും വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഉണ്ണിച്ചേട്ടന് ഷൂട്ടില്ലാത്ത ദിവസങ്ങളിലും വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് എല്ലാം ചെയ്യുന്നതാണ്. അതുകൊണ്ട് താങ്ക് യു സോ മച്ച് ഉണ്ണിച്ചേട്ടാ. അനൂപ് മേനോൻ, കലാഭവൻ ഷാജോൺ, ബൈജു സന്തോഷ് എന്നിവർ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ചിത്രം തിമിംഗല വേട്ടയുടെ ചിത്രീകരണം ആരംഭിക്കുന്നു. രാകേഷ് ഗോപൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഈ ചിത്രം VMR ഫിലിംസിന്റെ ബാനറിൽ സിജി മേനോനാണ് നിർമ്മിക്കുന്നത്. തിമിംഗല വേട്ട എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ഡിസംബർ 21 തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നു.
തലസ്ഥാനത്ത് അരങ്ങേറുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ ആക്ഷേപഹാസ്യ രൂപേണയാണ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. പൊളിറ്റിക്കൽ സറ്റയർ മൂവി എന്നാണ് ചിത്രത്തെ വിശേഷിപ്പിക്കുന്നത്. രമേശ് പിഷാരടി, ജഗദീഷ്, മണിയൻപിള്ള രാജു, നന്ദു, കോട്ടയം രമേശ്, പി കുഞ്ഞികൃഷ്ണൻ മാഷ്, രാധിക നായർ തുടങ്ങിയവരും ചിത്രത്തിൽ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഹരിനാരായണന്റെ വരികൾക്ക് ബിജിബാലാണ് ഈണം പകർന്നത്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് പ്രദീപ് നായരാണ്. എന്റർടൈൻമെന്റ് യൂടോപ്പ്. SS രാജമൗലിയുടെ RRRന് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ 2 നാമനിർദ്ദേശങ്ങൾ. ഇന്ത്യയിൽ നിന്നുള്ള മറ്റു എൻട്രികളുടെ കൂട്ടത്തിൽ അവസാന 5-ൽ ഇടം നേടിയ ഏക ഇന്ത്യൻ സിനിമയാണ് RRR. മികച്ച ഇംഗ്ലീഷ് ഇതര ഭാഷാ ചിത്രം, മികച്ച ഗാനം എന്നിവ നാമനിർദ്ദേശമാണ് ചിത്രം നേടിയത്. SS രാജമൗലി സംവിധാനം ചെയ്ത് 2022 ഇന്ത്യൻ തെലുങ്ക് ഭാഷ ഇതിഹാസ ആക്ഷൻ ഡ്രാമയാണ് RRR. DD എന്റർടൈൻമെന്റിന്റെ ബാനറിലാണ് ചിത്രം നിർമ്മിച്ചത്. ഇന്ത്യയിൽ ഉടനീളം വിപുലമായാണ് ചിത്രം റിലീസ് ചെയ്തത്. 550 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ചിത്രം ലോകമെമ്പാടും നേടിയത് 1200 കോടിയാണ്. ഏറ്റവും കളക്ഷൻ നേടിയ 3ാമത്തെ ഇന്ത്യൻ സിനിമയും RRR തന്നെ. ജനുവരി 10-നാണ് ലോസ് ഏഞ്ചൽസിൽ ഗോൾഡൻ ഗ്ലോബൽ അവാർഡ് ദാന ചടങ്ങ് നടക്കുക. ഹാസ്യനടൻ ജെറോഡ് കാർമൈലാണ് ചടങ്ങ് ഹോസ്റ്റ് ചെയ്യുന്നത്. രാജമൗലിയും സംഘവും ഇത്തവണയും ഓസ്കാർ നോമിനേഷനുകൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതിനു മുന്നോടിയാണ് ഗോൾഡൻ ഗ്ലോബൽ അവാർഡ് നോമിനേഷൻ. എന്റർടൈൻമെന്റ് യൂടോപ്പ്. പ്രശസ്ത സംഗീത സംവിധായകൻ സ്റ്റീഫൻ ദേവ്സിക്കും മലയാളികളുടെ പ്രിയ ഗായിക സിത്താര കൃഷ്ണകുമാറിനും UAE ഗോൾഡൻ വിസ ലഭിച്ചു. ദുബായിലെ മുൻനിര സർക്കാർ സേവനദാതാക്കളായ ECH ഡിജിറ്റൽ ആസ്ഥാനത്തെത്തി CEO ഇക്ബാൽ മാർക്കോണിയിൽ നിന്ന് സ്റ്റീഫൻ ദേവസിയും സിത്താരയും ഗോൾഡൻ വിസ വാങ്ങി. വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്കും നിക്ഷേപകർക്കും ബിസിനസ്സുകാർക്കുമൊക്കെ UAE ഭരണകൂടം അനുവദിക്കുന്നതാണ് ഗോൾഡൻ വിസ. 10 വർഷത്തെ കാലാവധിയുള്ള ഈ വിസകൾ കാലാവധി പൂർത്തിയാകുമ്പോൾ പുതുക്കി നൽകുകയും ചെയ്യും. ഗോൾഡൻ വിസ അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ അടുത്തിടെ UAE ഇളവ് പ്രഖ്യാപിച്ചിരുന്നു. കൂടുതൽ വിഭാഗങ്ങളിലേക്ക് ഗോൾഡൻ വിസയുടെ പ്രയോജനം എത്തിക്കാനാണ് UAE ലക്ഷ്യമിടുന്നത്. പ്രമുഖ നടന്മാരടക്കം നിരവധി മലയാളികൾക്ക് ഇതിനോടകം തന്നെ ഗോൾഡൻ വിസ ലഭ്യമായിട്ടുണ്ട്. മലയാള സിനിമയിൽ നിന്ന് പ്രണവ് മോഹൻലാൽ, മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, നൈല ഉഷാർ, ടൊവിനോ തോമസ്, ആശ ശരത്, ആസിഫ് അലി, മിഥുൻ രമേശ്, ലാൽ ജോസ്, മീര ജാസ്മിൻ, സംവിധായകൻ സലീം അഹമ്മദ്, സിദ്ദിഖ്, ഗായിക KS ചിത്ര, സുരാജ് വെഞ്ഞാറമൂർ, നിർമ്മാതാവ് ആൻഡ്രോ ജോസഫ്, മീന, ദിലീപ് തുടങ്ങിയവർ ഗോൾഡൻ വിസ സ്വീകരിച്ചിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക് യൂടോക്ക്. തന്റെ പുതിയ കാറിന് മുന്നിൽ നിൽക്കുന്ന ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചായിരുന്നു നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ. വിജയങ്ങളും സന്തോഷങ്ങളും നിറഞ്ഞതായിരുന്നു 2022. അക്കൂട്ടത്തിലേക്ക് ഈ ഡിസംബർ മാസത്തിൽ മറ്റൊരു സന്തോഷം കൂടി. കൂടെ നിന്ന പ്രേക്ഷകർക്കും സപ്പോർട്ട് ചെയ്തവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫൻ തന്റെ FB പോസ്റ്റ് പങ്കുവച്ചത്. അവസാനമായി പ്രധാന എന്റർടൈൻമെന്റ് വാർത്തകൾ ഒരിക്കൽ കൂടി. വ്യത്യസ്ത റിലീസ് പ്രഖ്യാപനവുമായി ഷെബി ചൗക്കട്ടിന്റെ കാക്കിപ്പട. ചിത്രത്തിന്റെ ക്രിസ്മസ് റിലീസ് പ്രഖ്യാപനം അണിയറ പ്രവർത്തകർ നടത്തിയത് ഖത്തറിൽ നടന്ന വേൾഡ് കപ്പ് മത്സരവേദിയിൽ. കാക്കിപ്പട തിയേറ്ററിലെത്തുക ഡിസംബർ 23-ന്. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഏറ്റവും മികച്ച സിനിമയായി നൻപകൽ നേരത്തു മയക്കം. മമ്മൂട്ടിയുടെ മിതത്വവും ചെറുകഥ പോലെ സുന്ദരമായ ഒഴുക്കും. ചിത്രം പ്രദർശിപ്പിച്ച തിയേറ്ററുകളിൽ പൂരപ്പറമ്പിനെ വെല്ലുന്ന തിരക്ക്. മെഡിക്കൽ ക്യാമ്പസിന്റെ പശ്ചാത്തലത്തിൽ ഷാജി കൈലാസ് ഒരുക്കുന്ന ഹണ്ടിന്റെ ഷൂട്ടിംഗ് ഡിസംബർ 28-ന് പാലക്കാട് ആരംഭിക്കും. ഹൊറർ സസ്പെൻസ് ത്രില്ലറായ ചിത്രത്തിൽ ഭാവനയും അതിഥി രവിയും കേന്ദ്ര കഥാപാത്രങ്ങൾ. 3
സിനിമകളുടെ ടീസർ ലോഞ്ച് ഒരേ വേദിയിൽ. കൊച്ചിയിൽ നടന്ന ടീസർ ലോഞ്ച് ചടങ്ങിൽ എത്തിയത് വൻ താരനിര. മാളികപ്പുറം, ചാവേർ, 2018 എന്നീ സിനിമകളുടെ ടീസർ ലോഞ്ച്. 2018 ടീസർ ലോഞ്ച് വേദിയിൽ മഹാപ്രളയത്തെക്കുറിച്ചോർത്ത് മമ്മൂട്ടി. SS രാജമൗലിയുടെ RRRന് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ 2 നാമനിർദ്ദേശങ്ങൾ. ഇന്ത്യയിൽ നിന്നുള്ള മറ്റ് എൻട്രികളുടെ കൂട്ടത്തിൽ അവസാന 5-ൽ ഇടം നേടിയ ഏക ഇന്ത്യൻ സിനിമയും RRR. എന്റർടൈൻമെന്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.